അപ്പോൾ വളരെ നിർണായകമായ രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് BJP അവരുടെ പ്രചരണ തന്ത്രമൊന്ന് മാറ്റിപ്പിടിച്ചത്. വീണ്ടും വർഗീയമായ പരാമർശങ്ങളും കമ്മ്യൂണലായിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത് കെ ശശി, വെരി ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ രാഷ്ട്രീയ ചൂട് തിരുവനന്തപുരം പോലെ തന്നെ കനത്ത ചൂടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, വളരെ നിർണായകമായ 89 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതായത് 102ഉം 89ഉം 2 ഘട്ടം കഴിയുമ്പോൾ ഏകദേശം പകുതിയോളം മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കും. അപ്പോൾ വലിയ രീതിയിൽ പ്രചരണത്തിൽ തന്നെയല്ലേ. ഇതിനകം തന്നെ ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ഒരു സീറ്റ് BJPക്ക് ലഭിച്ചിട്ടുണ്ട്, വാക്ക് ഓവർ എന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് മുന്നണികൾ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ കുട്ടിക്കലാശത്തിന് ഒരുങ്ങുന്നത് ഡൽഹിയിലും ഉത്തരേന്ത്യയിലും? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യയിലും തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഒരു കാര്യം, 89 മണ്ഡലങ്ങളായിരുന്നു നോട്ടിഫിക്കേഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ 88 മണ്ഡലങ്ങളിലായിരിക്കും 26-ാം തീയതി വോട്ടെടുപ്പ് നടക്കുക. മധ്യപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ അവിടെ BSP സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് ആ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മെയ് മാസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 12 സംസ്ഥാനങ്ങളിലെ 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 26-ാം തീയതി വോട്ടെടുപ്പ് നടക്കുക, കേരളം ഒഴിച്ചു നിർത്തിയാൽ. ആ 88 മണ്ഡലങ്ങളിൽ 68 മണ്ഡലങ്ങൾ, അതിൽ അത്രയും ആണ് കേരളം ഒഴിച്ചു നിർത്തിയാലുള്ള മണ്ഡലങ്ങൾ. ആ 68 മണ്ഡലങ്ങളിൽ BJPക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഈ 68 സീറ്റുകളിൽ 54ഉം BJP തനിച്ച് വിജയിക്കുന്ന സാഹചര്യം, 8 സീറ്റുകൾ അവരുടെ ഘടകകക്ഷിയും സ്വന്തമാക്കുന്ന സാഹചര്യം. അത്രയും വലിയ ഒരു സീറ്റെണ്ണം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019-ലേത്. അതേ നേട്ടം ആവർത്തിക്കാൻ വേണ്ടി പറ്റുമെന്ന പ്രതീക്ഷയാണ് BJP പങ്കുവയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും ഉത്തർപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മധ്യപ്രദേശിലും നല്ല ഒരു ഇത് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളൊക്കെ തന്നെ നിലനിർത്താൻ വേണ്ടി പറ്റുമെന്നും അവർ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ കൽപ്പിക്കുന്നത് അത് കർണാടകയാണ്. കർണാടകയിലെ 14 സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 14 സീറ്റുകളിൽ 13 സീറ്റുകളും കഴിഞ്ഞ തവണ BJP നേടിയ സാഹചര്യം. പക്ഷേ ഇത്തവണ സംസ്ഥാനത്ത് ഭരണം തിരികെ പിടിക്കാൻ വേണ്ടി പറ്റിയ പശ്ചാത്തലത്തിൽ അവിടെ BJPയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഉള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി പരസ്യപ്രചരണം ഈ കേരളം ഒഴികെയുള്ള മറ്റ് 68 മണ്ഡലങ്ങളിലും അവസാനിക്കും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഘട്ടത്തിൻ്റെ ഒരു നറേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായി പ്രചരണ രംഗത്ത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ പ്രീണനം പ്രധാനപ്പെട്ട ആയുധമാക്കി BJP ഉത്തരേന്ത്യയിൽ മാറ്റുന്ന കാഴ്ചയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണാനാകുന്നത്.